നമ്മൾ ഇത്രയും നേരം പഠിച്ചിരിക്കുന്നത് ദ ടൈപ്സ് ഓഫ് സിസ്റ്റം എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു. ഇനിയാണ് വാട്ട് ഇസ് മീൻ ബൈ ദ പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത്. പ്രോപ്പർട്ടി എന്നുള്ള കൺസെപ്റ്റ് എന്താ ആക്ച്വലി? അതായത് നമ്മളൊരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ഒരു അവസ്ഥ, ഒരു സ്റ്റേറ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് ദ പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം. ഇപ്പോൾ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സ്വഭാവം, ഒരു മനുഷ്യനെ പറയുമ്പോൾ ആ മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ പറയാറില്ലേ, ആ മനുഷ്യനാണ് നമ്മുടെ സിസ്റ്റം, ആ സ്വഭാവങ്ങളാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇൻ എ വേഗ് മാനർ. എന്നാൽ അതിന് മുന്നേ ആയി നമ്മൾ തൊട്ട് മുന്നേ ഓപ്പൺ സിസ്റ്റവും ക്ലോസ് സിസ്റ്റവും അതേപോലെ നമ്മൾ പറഞ്ഞ ഐസൊലേറ്റഡ് സിസ്റ്റം ചില സമയത്തെ എക്സാംസുകളിൽ അവർ ഫിഗറായിട്ട് ചോദിക്കാറുണ്ട്. സാർ എന്താ ഫിഗറോ? കാണിച്ചു തരാം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദിസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ദിസ് ഈസ് വാട്ട് അവർ സിസ്റ്റം ഹിയർ, ആസ് യു ക്യാൻ സീ ഹിയർ. ഇതാണ് നമ്മുടെ സിസ്റ്റം. ആൻഡ് യു ഓൾ നോ ദിസ് ഈസ് വാട്ട് അവർ സറൗണ്ടിങ്സ്. സോ ഇങ്ങനെ സിസ്റ്റവും അതേപോലെ തന്നെ നമ്മുടെ ആ സറൗണ്ടിങ്സും എടുക്കുകയാണെങ്കിൽ ആസ് യു ക്യാൻ സീ ഹിയർ, അപ്പോൾ അങ്ങനെ അതിൽ നമുക്കിപ്പോൾ പുറത്തേക്ക് ഒരു മാസ് ഔട്ട് വരുന്നുണ്ട്. അതായത് സിസ്റ്റം എവിടേക്കാണ് വരുന്നത്? സറൗണ്ടിങ്സിലേക്ക്. അതേപോലെ തന്നെ എവിടേക്ക് വരുന്നുണ്ട്? മാസ് ഇൻ, ഉള്ളിലേക്ക് മാസ് വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ഒരു എനർജി ഔട്ട്, എനർജി പുറത്തേക്ക് വരുന്നുണ്ട്. ദാറ്റ് ഈസ് അതേപോലെ സറൗണ്ടിങ് സിസ്റ്റത്തിലേക്ക് ഒരു എനർജി ഇൻ, അങ്ങനെ വരുന്നുണ്ട്. നോക്കി ഫിഗർ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നോക്കൂ, സിസ്റ്റം, സറൗണ്ടിങ്സ്. സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് മാസ് പോകുന്നു, സറൗണ്ടിങ് സിസ്റ്റത്തിലേക്ക് മാസ് വരുന്നു, സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് എനർജി പോകുന്നു, സറൗണ്ടിങ് സിസ്റ്റത്തിലേക്ക് എനർജി വരുന്നു. എന്ത് തരത്തിലുള്ള സിസ്റ്റം ആയിരിക്കും? വെരി ഗുഡ്. ദീസ് ടൈപ്പ് ഓഫ് സിസ്റ്റം ഇൻ വിച്ച് മാസ് ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്, എനർജി ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് യു ഓൾ നോ, വിച്ച് ഈസ് നോൺ ആസ് ഏത് സിസ്റ്റമാണ് സാറേ? ദ ഓപ്പൺ സിസ്റ്റം. യു സീ ദ കൺസെപ്റ്റ്. ഇങ്ങനെയുള്ള ഈ സിസ്റ്റത്തെ നമ്മൾ പറയുന്ന പേരാണ് ബേസിക്കലി ദ ഓപ്പൺ സിസ്റ്റം. അപ്പോൾ ഇങ്ങനെ ഒരു ഫിഗറിൻ്റെ പെർസ്പെക്റ്റീവിൽ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. സോ യു ഹാവ് ടു പേ അറ്റൻഷൻ. അങ്ങനെ ഫിഗറിൻ്റെ പെർസ്പെക്റ്റീവ് ചോദിക്കുകയാണെങ്കിൽ അതിൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫിഗർ രീതിയിൽ എങ്ങനെയാണ് ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം, അതേപോലെ തന്നെ ഐസൊലേറ്റഡ് സിസ്റ്റം, ഈ 3 രീതിയിൽ ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കുമെന്ന് പറയാനുള്ള കാരണം. You got the concept. അപ്പോൾ ഇനി നമുക്ക് now let's look on to the next property or the next concept, that is the property of a system. So നമ്മൾ ഏറ്റവും ആദ്യം property of a systemത്തിലേക്ക് നമ്മൾ ഏറ്റവും ആദ്യം പറയുമ്പോൾ let's talk about the property of a system. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഡിഫൈൻ ചെയ്യുന്ന ആൾക്കാരാണ് ബേസിക്കലി ദ പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം എന്ന് വെച്ചാൽ. അപ്പോൾ ചോദിക്കാം, അല്ലേ സാർ ഈ പ്രോപ്പർട്ടി, ഒരു എക്സാമ്പിൾ പറയട്ടെ. ആ കപ്പ് വെള്ളത്തിന് അല്ലെങ്കിൽ ആ ഒരു ടീ പോട്ടിന് ഇപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസും അതിൽ ഒരു 1 ലിറ്റർ വാട്ടറും ഉണ്ട്, അങ്ങനെ പറയാമെന്ന് വെച്ചോളൂ. ദാറ്റ് മീൻസ് അവിടെ ഒരു ടീ പോട്ട് കിടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് എന്തും ആവാം. ആ ടീ പോട്ടിൽ തണുത്ത വെള്ളമാവാം, ചൂട് വെള്ളമാവാം, ചിലപ്പോൾ 1 ലിറ്റർ ആവാം, ചിലപ്പോൾ 2 ലിറ്റർ ആവാം, ചിലപ്പോൾ 100 മില്ലി ലിറ്റർ ആവാം. എന്നാൽ ആ ടീ പോട്ടിൽ 1 ലിറ്റർ വെള്ളമുണ്ട്, അത് 100 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ ആ സിസ്റ്റത്തെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്. ആം ഐ റൈറ്റ്? അതായത് ആ സിസ്റ്റത്തിൽ 1 ലിറ്റർ വാട്ടർ ഉണ്ട്. ആ 1 ലിറ്റർ വാട്ടർ ഈസ് ബോയിലിംഗ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 100 ഡിഗ്രി സെൽഷ്യസ്. ഞാനത് എങ്ങനെയാണ് പറഞ്ഞത്? ആ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് ഞാൻ ആരൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു, അതിൻ്റെ വോളിയം പരിചയപ്പെടുത്തി തന്നു, അതേപോലെ അതിൻ്റെ ടെമ്പറേച്ചർ പരിചയപ്പെടുത്തി തന്നു. ആം ഐ റൈറ്റ്? മറിച്ച് അവിടെ ഒരു ടീ പോട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ വി ഡോണ്ട് ഹാവ് എനി ഐഡിയ. അത് ചിലപ്പോൾ ഒരു 1 ലിറ്റർ ആവാം, 100 ml ആവാം, 50 ഡിഗ്രി സെൽഷ്യസ് ആവാം, അല്ലെങ്കിൽ 70 ഡിഗ്രി സെൽഷ്യസ് ആവാം, ഈവൻ അറ്റ് കോൾഡ് ടെമ്പറേച്ചർ ഓർ റൂം ടെമ്പറേച്ചർ. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ തരുന്നത് ഒരു സിസ്റ്റത്തിന്റെ എക്സിസ്റ്റൻസ്, ഒരു സിസ്റ്റത്തിന്റെ അവസ്ഥ, ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിനെ പറ്റി തരുന്ന ഒരു ഐഡിയാസ് ആണ് ബേസിക്കലി ദ പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം. ബട്ട് ഇൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ, the properties of system is actually asked as
two types of properties of a system. That the first property, which is known as the extensive property, and the second one, let's write one, that is the extensive property, and the second type of properties, which is known as the intensive properties. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസും അതേപോലെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ദ ടു ടൈപ്സ് ഓഫ് ഓർ ടു പ്രോപ്പർട്ടീസ് ഓഫ് ദി സിസ്റ്റം. അപ്പോൾ എന്താണ് ആക്ച്വലി എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും അതേപോലെ എന്താണ് ബേസിക്കലി ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് നോക്കാം. സോ നമ്മളൊരു പ്രോപ്പർട്ടി എടുത്താൽ ആ പ്രോപ്പർട്ടി ആ സിസ്റ്റത്തിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, ഐ റിപ്പീറ്റ്, സിസ്റ്റത്തിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ടൈപ്പ് പ്രോപ്പർട്ടീസിനെ നമ്മൾ പറയുന്ന പേരാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ദാറ്റ് ഈസ് ദ പ്രോപ്പർട്ടീസ്, നമുക്കത് എഴുതാം, ദ പ്രോപ്പർട്ടീസ് ദാറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ദ പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിപ്പെൻഡ് അപ്പോൺ, എന്താ സാറേ, എന്താണ്, ദ മാസ്. ആരെ മാസ് സാറേ? സിസ്റ്റത്തിന്റെ മാസ്. സിസ്റ്റത്തിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ പറയാം, വോളിയം ഡിപ്പെൻഡ് അപ്പോൺ മാസ്. മാസ് കൂടുന്നതിനനുസരിച്ച് വോളിയം കൂടും. ആം ഐ റൈറ്റ്? യാ. അങ്ങനെയുള്ള എനർജി, യാ, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാസ്. ഫോർ എക്സാമ്പിൾ കൈനറ്റിക് എനർജി എന്താണ്? ഹാഫ് mv². പൊട്ടൻഷ്യൽ എനർജി എന്താണ്? mgh. ആം ഐ റൈറ്റ്? സോ അങ്ങനെ ദ ടൈപ്പ് ഓഫ് ദ properties which depend upon the mass is known as the extensive property. അപ്പോൾ എല്ലാവർക്കും അറിയാം എന്തായിരിക്കും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. സോ സിമ്പിൾ. നിങ്ങൾ പ്രോപ്പർട്ടീസ് എടുത്തു, ആ പ്രോപ്പർട്ടീസ്, as you can see here, ആ പ്രോപ്പർട്ടീസ് does not, that is the most important one, does not depend upon mass. മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസ് എന്താണോ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ നമ്മൾ പറയുന്ന പേരാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. This is the first and the most important concept we have to keep in mind. What is extensive property? What is intensive property? എന്നാൽ എക്സാമിന് ഡയറക്റ്റ് ഡെഫിനിഷൻ കൂടാതെ ചോദിക്കുന്ന മറ്റൊരു കൺസെപ്റ്റ് ആണ് വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ദ എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. ലെറ്റ്സ് സീ. അപ്പോൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസും അതേപോലെ ഇന്റൻസീവ് പ്രോപ്പർട്ടീസും നമ്മൾ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് എന്തായിരുന്നു? ദാറ്റ് ഈസ് ദ പ്രോപ്പർട്ടീസ് ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ, എന്താണ്, ദ മാസും. ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ആണെങ്കിൽ അതിനെ പറയുന്ന പേരായിരുന്നു വാട്ട് വി നോൺ ആസ് ദ ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്. എന്നാൽ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയുടെ ഇന്റൻസീവ് പ്രോപ്പർട്ടിയുടെ എക്സാമ്പിൾ നമുക്ക് നോക്കിയാലോ. സോ ദാറ്റ് properties examples are the most important ones. സ്ഥിരം എക്സാംസിന് ചോദിക്കുന്ന കൺസെപ്റ്റ് ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. നമ്മുടെ വോളിയം അതേപോലെ എനർജി നമ്മൾ പറഞ്ഞിരുന്നു ഹാഫ് mv² അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി നോക്കൂ mgh. അവിടെ എന്താ മാസ് എന്നുള്ള ടേം ഉണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഡസ് ഡിപ്പെൻഡ് അപ്പോൺ ദ മാസ്. ആം ഐ റൈറ്റ്? അങ്ങനെ വോളിയം അതേപോലെ എനർജി മാസ് അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇലക്ട്രിക് ചാർജ് ഇതൊക്കെ ബേസിക്കലി ഈസ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ദാറ്റ് മീൻസ് ഈ പ്രോപ്പർട്ടികളൊക്കെ മാസിനെ എന്താക്കുന്നുണ്ട് സാറേ? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഡസ് ഡിപ്പെൻഡ് അപ്പോൺ ദ മാസ്. എന്നാൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസിനെ നമ്മൾ പറയുന്ന പേരായിരുന്നു സാറേ ഇന്റൻസീവ് പ്രോപ്പർട്ടി. ആം ഐ റൈറ്റ്? അങ്ങനെ ഇന്റൻസീവ് പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ ഇന്റൻസീവ് പ്രോപ്പർട്ടീസിന്റെ എക്സാമ്പിൾ ആണ് ഒന്ന് പ്രഷർ, രണ്ടാമത്തത് ടെമ്പറേച്ചർ, മൂന്നാമത്തത് വെലോസിറ്റി, വിസ്കോസിറ്റി, ഡെൻസിറ്റി എക്സെട്ര. സോ എക്സാമിന് ചോദിക്കുന്നത് ഈ രീതിയിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഇന്റൻസീവ് പ്രോപ്പർട്ടി, അങ്ങനെയുള്ള രീതിയിൽ ചോദിക്കാം. ചിലപ്പോൾ SSC JE പോലത്തെ എക്സാമിനും കേരള PSC പോലത്തെ എക്സാംസിനും മാച്ച് ദ ഫോളോയിങ് ചോദിക്കും. രണ്ട് കോളത്തിൽ ആക്ച്വലി പ്രോപ്പർട്ടീസുകൾ തരും. ഏതൊക്കെയാണ് എക്സ്റ്റെൻസീവ്, ലൈക്ക് 1, 2, 4, 7 അല്ലെങ്കിൽ P1, Q2 അതേപോലെ R3, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ കണ്ടിരിക്കും. സോ മാക്സിമം പാറ്റേൺസ് നോക്കാം, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കാം. ദാറ്റ്സ് വൈ ഓരോ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഹൗ ദ ക്വസ്റ്റ്യൻസ് ഈസ് ബീങ് ആസ്ക്ഡ് ഫ്രം ദീസ് ടോപ്പിക്സ് ആ രീതിയിൽ നമ്മൾ പഠിക്കാനുള്ള കാരണം. സോ ഏതൊക്കെയാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി? ആസ് വി ഹാവ് സെഡ് ഏർലിയർ, വോളിയം, എനർജി, മാസ്, ഇലക്ട്രിക് ചാർജ്, ഇതൊക്കെയാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. വൈൽ ടോക്കിംഗ് അബൌട്ട് ദ ഇന്റൻസീവ് പ്രോപ്പർട്ടി, പ്രഷർ,
temperature, velocity, viscosity and density. 900 പ്രോപ്പർട്ടീസ് നമുക്ക് പറയാം. ബട്ട് പ്രധാനമായി നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് പ്രഷർ, ടെമ്പറേച്ചർ, വെലോസിറ്റി, വിസ്കോസിറ്റി, ഡെൻസിറ്റി. എന്നാ ഒരു കാര്യം ശ്രദ്ധിച്ചോ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദിസ് ഡെൻസിറ്റി ഇൻ ഡീറ്റെയിൽ. ഡെൻസിറ്റി എന്താണെന്ന് എനിക്ക് എല്ലാവർക്കും പറയാം ഫ്ലൂയിഡ് മെക്കാനിക്സിൽ. ദാറ്റ് ഈസ് മാസ് ബൈ വോളിയം. അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ആ സബ്സ്റ്റൻസിനുള്ളിലെ മോളിക്യൂൾസ് എത്രത്തോളം അടുത്താണോ അതോ ദൂരെയാണോ നിൽക്കുന്നത്, ആ ഡിഗ്രി ഓഫ് കോമ്പാക്ട്നെസ്സിനെ പറയുന്ന പേരാണ് ഡെൻസിറ്റി. അതുകൊണ്ടല്ലേ സോളിഡ്സിൽ മോളിക്യൂൾസ് ഭയങ്കര അടുത്താണ്, അതുകൊണ്ട് നമുക്ക് ഹൈ ഡെൻസിറ്റി കിട്ടും. ഗ്യാസിൽ മോളിക്യൂൾസ് ഭയങ്കര ദൂരെയാണ്, അതുകൊണ്ടാണ് ഗ്യാസിന് ഇങ്ങനെ പാറി നടക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള അതിലെന്താ ഡെൻസിറ്റി ഭയങ്കര ലോ ആണ്. സോ സിമ്പിൾ കൺസെപ്റ്റ്. So that's what the density concept, the degree of compactness of a substance. But we know the density the equations basically നമുക്ക് പറയുകയാണെങ്കിൽ the density which is defined as the rho is equal to എന്തായിരുന്നു സാറേ? mass by volume. Am I right? Yeah, mass by volume. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, മാസ് എന്ത് പ്രോപ്പർട്ടിയാ? മാസ് ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാ. By volume എന്ത് പ്രോപ്പർട്ടിയാ? or extensive property. That means extensive property by an extensive property. An extensive property by an extensive property, we will get end property namak kittum, and intensive property, that is a property which does not, please note, which does not depend upon the mass. ഇങ്ങനെയും അടുത്ത ടൈപ്പ് ലെവലിൽ ചോദിക്കാം. The ratio of two extensive property gives us എന്താ സാറേ? intensive property. The best example, the density mass by volume. എന്നാൽ ഇതാണ് one of the thing, that is a loophole എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതേപോലെ loophole എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. എന്നാൽ നിങ്ങൾ ആരെങ്കിലും സ്പെസിഫിക് ക്വാണ്ടിറ്റീസ് കേട്ടിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ സ്പെസിഫിക് എൻതാൾപ്പി ഓർ സ്പെസിഫിക് ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജി ഒക്കെ നമ്മൾ പറയാൻ പോട്ടോ. സ്പെസിഫിക് എൻതാൾപ്പി എന്താണ്, അല്ലെങ്കിൽ സ്പെസിഫിക് ഇന്റേണൽ എനർജി എന്താണ്? Let's talk about that one. അതായത് നിങ്ങൾ ഒരു ബേസിക് ആയ ഒരു സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന് മുന്നേ ആയിട്ട് ആർ യു കംഫർട്ടബിൾ വിത്ത് ദ എക്സ്റ്റൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി? ഓക്കെ ഫൈൻ. എക്സ്റ്റൻസീവ് പറഞ്ഞു, ഇന്റൻസീവ് പറഞ്ഞു, അതേപോലെ ഡെൻസിറ്റി എങ്ങനെയാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയത്? ബിക്കോസ് ഇറ്റ്സ് റേഷ്യോ ഓഫ് ടു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. ഫൈൻ. അപ്പോൾ നമുക്കിനി സ്പെസിഫിക് ക്വാണ്ടിറ്റീസ് എന്താണെന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ജസ്റ്റ് നോക്കാം. സോ ടോക്കിംഗ് അബൌട്ട് ദ സ്പെസിഫിക് ക്വാണ്ടിറ്റി, സ്പെസിഫിക് എന്നുള്ള വാക്കിന്റെ അർത്ഥം സ്പെസിഫിക് ഒരു ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ആ ക്വാണ്ടിറ്റിയെ മാസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് ആ സ്പെസിഫിക് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ലെറ്റ്സ് ടേക്ക് an example. For example, let's take the specific enthalpy. Specific enthalpy എന്നാണ് ഞാൻ പറയുന്നെങ്കിൽ the specific enthalpy, for example, let it be the small letter h is equal to enthalpy by mass ആയിരിക്കും. For example, another case, that is the specific internal energy എന്താണെന്ന് വെച്ചാൽ that is small letter u is equal to internal energy capital U by mass ആയിരിക്കും. ഇതാണ് നേരത്തെ പറഞ്ഞത്. എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റിയെ ഡിവൈഡഡ് ബൈ മാസ് ചെയ്താൽ നമുക്ക് ആ ക്വാണ്ടിറ്റിയുടെ സ്പെസിഫിക് കൺസെപ്റ്റ് കിട്ടും. സ്പെസിഫിക് ഇന്റേണൽ എനർജി, സ്പെസിഫിക് എൻതാൾപ്പി, അല്ലെങ്കിൽ ബെസ്റ്റ് എക്സാമ്പിൾ ദ സ്പെസിഫിക് വോളിയം. Fluid mechanics, properties of fluids, ഏറ്റവും ലാസ്റ്റ് the inverse of the mass density, that is the volume by mass, അതിനെ പറയുന്ന പേരായിരുന്നു ബേസിക്കലി the specific volume. അല്ലെങ്കിൽ നമുക്ക് ആക്ച്വലി ജസ്റ്റ് നിങ്ങൾക്ക് കണക്ഷൻ കിട്ടാൻ വേണ്ടി പഠിച്ചിട്ടുണ്ടാവും. പണ്ട് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ P+A/V² V - NB അത് ആ V ഒക്കെ ആക്ച്വലി എന്താണ്? സ്പെസിഫിക് വോളിയം പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ വീസിന്റെ കൺസെപ്റ്റ് ചില സമയത്തുള്ള V എന്താണെന്ന് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് let's talk about this one. A specific volume which is denoted by small letter v is equal to the volume by mass. നമുക്കറിയാം mass by volume density ആണ്. അപ്പോൾ volume by mass എന്താണ്? നമുക്ക് 1 by density, അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സാറേ എന്ത്? the specific volume. കണ്ടോ? അപ്പം ഞാൻ ചോദിക്കണം, അപ്പം പലർക്കും ചെയ്യാം, അല്ല സാർ ഇപ്പം എന്താ ഇൻറ്റൻസീവ് എക്സ്റ്റൻസീവും പറഞ്ഞ് പിന്നെ സ്പെസിഫിക്കിലേക്ക് പോകുന്നത്? ഒരു കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്ത് സ്പെസിഫിക് ക്വാണ്ടിറ്റി ചെയ്യുകയാണെങ്കിലും നമ്മൾ അവിടെ ആക്ച്വലി എന്താണ് ചെയ്യുന്നത്? വി ആർ ഡിവൈഡിങ് ഇറ്റ് ബൈ മാസ്. അതിനകത്ത് അപ്പോൾ ആ ക്വാണ്ടിറ്റി നമുക്ക് എന്തായിട്ട് മാറി?
ഇൻഡിപെൻഡന്റ് ഓഫ് മാസ്സായി മാറി. കാരണം മാസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഏതൊരു സ്പെസിഫിക് ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിലും, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദാറ്റ് വൺ. നമ്മൾ ഏതൊരു സ്പെസിഫിക് ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിലും ദാറ്റ് സ്പെസിഫിക് ക്വാണ്ടിറ്റി അതൊരിക്കലും മാസിനെ എന്താക്കുന്നില്ല സാറേ, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ സ്പെസിഫിക് ക്വാണ്ടിറ്റിയും മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അത് എന്ത് ക്വാണ്ടിറ്റി ആയിരിക്കും? എക്സ്റ്റെൻസീവ് ആണോ, ഇന്റൻസീവ് ആണോ? വെരി ഗുഡ്. അത് എന്ത് പ്രോപ്പർട്ടി ആയിട്ട് മാറാം? ദാറ്റ് ഈസ് ആൻ ഇന്റൻസീവ് പ്രോപ്പർട്ടി. എന്താണെന്നറിയോ? ഇത് ക്വസ്റ്റ്യൻ കാണുമ്പം അത് സ്പെസിഫിക് എന്നുള്ള വാക്കാണോ, പിന്നെ ഒന്നും നോക്കണ്ട, അതെന്ത് ക്വാണ്ടിറ്റി ആയിരിക്കും? ഇന്റൻസീവ് ക്വാണ്ടിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. യു സീ ദ പോയിന്റ്? ആ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊരു ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും എന്നുള്ള ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. That is what is meant by the specific in a concept. So now you know the concept, what is meant by the specific quantities. അത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് അല്ല, അത് മറിച്ച് എന്ത് പ്രോപ്പർട്ടീസ് ആണ് സാറേ? അതൊരു ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണ്. വൈ? ബിക്കോസ് ഇന്റൻസീവ് പ്രോപ്പർട്ടി ആവാനുള്ള കാരണം സ്പെസിഫിക് പ്രോപ്പർട്ടി നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ദാറ്റ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ മാസ് ആണ് സാറേ. മാസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ it does not depend upon mass. That means it is intensive property. So this is what the basic concept of the extensive and the corresponding the intensive properties. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പ്രോപ്പർട്ടീസിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞു, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് പറഞ്ഞു, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി പറഞ്ഞു. എന്നാൽ ഇനി നമ്മൾ എൻകൗണ്ടർ ചെയ്യാൻ പോകുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. While discussing about the laws of thermodynamics, which is known as the one of the most important property, which is the internal energy, which is represented by U അല്ലെങ്കിൽ ചില ബുക്സിൽ E എന്ന് കൊടുക്കാറുണ്ട്. The capital U or the capital E. Let's see. അത് നമ്മളൊരു രണ്ട് രീതി നമുക്ക് അനാലിസിസ് എടുക്കാൻ പറ്റും. മാക്രോസ്കോപ്പിക് ലെവലിലും അതേപോലെ മൈക്രോസ്കോപ്പിക് ലെവലിലും ഭയങ്കര സൂക്ഷ്മമായ രീതിയിലുള്ള ആ ടൈപ്പ് അപ്രോച്ചിനെ നമ്മൾ പറയുന്ന പേരാണ്, ആസ് യു ഓൾ നോ, ദ മൈക്രോസ്കോപ്പിക് അപ്രോച്ച്. അങ്ങനെയാണെങ്കിൽ മൈക്രോസ്കോപ്പിക് ആയി നമ്മൾ നോക്കുമ്പോൾ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിലെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ഉള്ളിലെ പ്രോപ്പർട്ടീസ് ഉണ്ടാക്കുന്ന മോളിക്യൂൾസ്, ആ മോളിക്യൂൾസിന്റെ ആക്ടിവിറ്റി കാരണവും അതേപോലെ തന്നെ മോഷൻ കാരണവും നമുക്കുണ്ടാവുന്ന എനർജിയെ പറയുന്ന പേരാണ് ദ ഇന്റേണൽ എനർജി. ദൈവമേ, എന്തായി സാറ് പറഞ്ഞത്? വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു സിസ്റ്റം എടുത്തു, ആ സിസ്റ്റത്തിൻ്റെ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജിൻ്റെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മിനെ പറയുന്ന പേരാണ് ഇന്റേണൽ എനർജി. ഇപ്പം എങ്ങനെയുണ്ട്? സിമ്പിളായില്ലേ? ഇത്രയേ ഉള്ളൂ. ആദ്യം കൺസെപ്റ്റായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അതായത് നമ്മൾ ഒരു മൈക്രോസ്കോപ്പിക് ലെവലിലാണ് എടുക്കുന്നെങ്കിൽ, ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഇൻ എ മൈക്രോസ്കോപ്പിക് അപ്രോച്ച്. അതാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. ഒരു മൈക്രോസ്കോപ്പിക് അപ്രോച്ച് എടുക്കുകയാണെങ്കിൽ ദെൻ ദ എനർജി അസോസിയേറ്റഡ്, ഏതൊക്കെയാ സാറേ, ഏതൊക്കെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എനർജിയാണ്? ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ദ മോളിക്കുലാർ മോഷൻ, അതിനുള്ളിലെ മോളിക്യൂൾസിന്റെ മോഷനും അതേപോലെ തന്നെ മോളിക്കുലാർ ആക്ടിവിറ്റി, ആ മോളിക്കുലാർ മോഷനും ആക്ടിവിറ്റിയും സ്റ്റേറ്റും. സോ മോളിക്കുലാർ ആക്ടിവിറ്റി അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദ സ്റ്റേറ്റ്. ആ ആക്ടിവിറ്റി, സ്റ്റേറ്റ്, മോഷൻ, ഇതിനെല്ലാം അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എനർജിയെ നമ്മളെ പറയുന്ന പേരാണ് ദ ഇന്റേണൽ എനർജി, വിച്ച് ഈസ് ഡെപിക്റ്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ യു ഓർ ക്യാപിറ്റൽ ലെറ്റർ ഇ. അപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി എന്ന് വെച്ചാൽ ആ സിസ്റ്റത്തിനുള്ളിലെ മോളിക്യൂൾസ് ഉണ്ടാവും, ആറ്റംസ് ഉണ്ടാവാം, അയോൺസ് ഉണ്ടാവാം, ആ മോളിക്യൂൾസുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന കൈനറ്റിക് എനർജി ആൻഡ് എന്ത് എനർജിയാണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ നമുക്ക് ആ ഒരു പോയിന്റും എഴുതാം. സോ ദ സെക്കൻഡ് പോയിന്റ് ആക്ച്വലി ലൈസ് ഹിയർ ഈസ് ദ സം ഓഫ് ദ കൈനറ്റിക് എനർജി. എല്ലാവരും സമ്മതത്തോട് കൂടി ഞാൻ KE എന്ന് എഴുതുന്നു, പ്ലസ് രണ്ടാമത്തെ എന്താ സാറേ? ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ മോളിക്യൂൾസ്. അതിനെയാണ് നമ്മൾ സെക്കൻഡ് പോയിന്റ്, ദാറ്റ് ഈസ് ദ ഇന്റേണൽ എനർജിയുടെ പോയിന്റ് പറയുന്നത്. The sum of the kinetic energy and the potential energy of the molecules. അതും നമുക്ക് എന്തെന്ന് പറയാം? The topic concept of internal energy. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടി ആണെന്ന് പറയാം. എന്താണ് കാര്യം ചോദിക്കട്ടെ?
ഇതെന്ത് പ്രോപ്പർട്ടി ആയിരിക്കും? ഇതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കുമോ അതോ ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും? യു സീ ഇറ്റ് ഈസ് എൻ എനർജി. നമ്മൾ പറഞ്ഞിരുന്നു എനർജി ആണെങ്കിൽ ധൈര്യത്തിൽ പറയാം സർ അത് എന്ത് പ്രോപ്പർട്ടി ആയിരുന്നു? അതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആയിരുന്നു. സോ നമ്മുടെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയുടെ ലിസ്റ്റിൽ ഒരാളും കൂടി വന്നിട്ടുണ്ട്, വിച്ച് ഈസ് ആരാണ്? ദ ഇന്റേണൽ എനർജി, which is the sum of the kinetic energy and potential energy. Kinetic energy, potential energy, extensive property നമ്മൾ already പറഞ്ഞിട്ടുണ്ട്. So that's the concept. The internal energy is also an extensive property. എന്താ അതിനർത്ഥം? internal energy മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതാ കൺസെപ്റ്റ്. അല്ലാതെ ഇതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ് എന്ന് പഠിച്ചിട്ട് കാര്യമല്ല. അതിൻ്റെ കൺസെപ്റ്റ് ബിഹൈൻഡ് ഇറ്റ് ഈസ്, അതിനർത്ഥം മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഏത്, അല്ലെങ്കിൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കൺസെപ്റ്റാണ് ഏത്? ദ കൺസെപ്റ്റ് ഓഫ് ദ ഇന്റേണൽ എനർജി. സോ നമ്മൾ ഇത്രയും നേരം നമ്മൾ ഒരു തെർമോഡൈനാമിക്സിൻ്റെ കൺസെപ്റ്റ്സ് ആൻഡ് ബേസിസിലേക്കാണ് പോയത്. അതായത് പല രീതിയിലായി സിസ്റ്റംസ് എന്താണ്, ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസ് എന്താണ്, അതേപോലെ തന്നെ ഇന്റേണൽ എനർജി എന്നുള്ള കൺസെപ്റ്റ് എന്താണ്. എന്നാൽ ഈ ഇന്റേണൽ എനർജി പറയുമ്പോൾ അവിടെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായി ലിങ്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് വാട്ട് ഈസ് മീൻ ബൈ ദ സ്റ്റഡി സ്റ്റേറ്റ് ആൻഡ് ദ ഇക്വിലിബ്രിയം. സ്റ്റഡി സ്റ്റേറ്റ് എന്നുള്ള വാക്ക് ഭയങ്കരയേറെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ്, സിവിലിലെ ഫ്ലൂയിഡ് മെക്കാനിക്സും മെക്കാനിക്കൽ ഫ്ലൂയിഡ് മെക്കാനിക്സിലൊക്കെ ഉണ്ടാവും. സ്റ്റഡി ഫ്ലോ, അൺസ്റ്റഡി ഫ്ലോ, യൂണിഫോം ഫ്ലോ, അതേപോലെ തന്നെ വാട്ട് വി ക്യാൻ സേ ദ നോൺ യൂണിഫോം ഫ്ലോ, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സ്റ്റഡി എന്നുള്ള വാക്ക് പറയുമ്പം ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരാളാണ് ടൈം. അതേപോലെ യൂണിഫോം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരേണ്ട ഒരാളാണ് പൊസിഷൻ. Am I right? അല്ല, അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വി ക്യാൻ ഹാവ് ദ കൺസെപ്റ്റ്സ് ഗ്രാസ്പ് സോ ഈസിലി. സ്റ്റഡി, ടൈം, യൂണിഫോം, ലൊക്കേഷൻ, ഫൈൻ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ കംപ്രസിബിൾ, ഇൻകംപ്രസിബിൾ ഓർമ്മ ഉണ്ടാവും, ഡെൻസിറ്റി റിലേറ്റഡ് ആണ്. ദാറ്റ്സ് ദ കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ വാട്ട് ഈസ് മീൻ ബൈ ദ സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം? എന്താണ് സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറയാം? അപ്പോൾ സ്റ്റഡി എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? that will be related with the time. Am I right? സമയവുമായി എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ അതിനെ സ്റ്റഡി സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞതാ. എന്തെങ്കിലും ഒരു റിലേഷൻ വരേണ്ടതാണ് സ്റ്റഡി സ്റ്റേറ്റിന്റെ കൺസെപ്റ്റ്. സോ നൗ ലെറ്റ്സ് ലുക്ക് ഓൺ ടു ദ സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ഇൻ ഡീറ്റെയിൽ. സോ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റിന്റെ കൺസെപ്റ്റ് ഏറ്റവും ആദ്യം പറയുമ്പോൾ the first thing what we have to look on to, let me change my color here. Okay, fine. So the steady state of a system. അതായിട്ട് നമ്മളിങ്ങനെ ഓരോരോ ബേസിക് കൺസെപ്റ്റ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക. അല്ലാതെ ഓരോന്നും അവിടുന്നായിട്ട് പഠിക്കുന്നേക്കാളും പകരമായി നമുക്ക് ഓരോന്നും ഒരു മെത്തഡോളജി, ഒരു ജേർണി പോലെ നമുക്കങ്ങ് പോകാം. ആദ്യം നമ്മൾ സിസ്റ്റം എന്താന്ന് പറഞ്ഞു, സറൗണ്ടിങ്സ് എന്താന്ന് പറഞ്ഞു, ടൈപ്പ് ഓഫ് സിസ്റ്റം പറഞ്ഞു. ആ സിസ്റ്റത്തെ പറ്റി നമുക്ക് എപ്പോഴും ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഒരു പ്രോപ്പർട്ടി വേണം. പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു, ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസ് എന്താന്ന് പറഞ്ഞു, അതിന് എക്സാമ്പിൾ പറഞ്ഞു. അതിൽ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആയിട്ടുള്ള ഇന്റേണൽ എനർജി എന്താണെന്ന് പറഞ്ഞു. ഇന്റേണൽ എനർജിന്റെ കൂടെ തന്നെ സ്റ്റേറ്റിന് തന്നെ ഒരു സ്പെഷ്യൽ കേസ്, ദാറ്റ് ഈസ് ദ സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് എന്താ സാറേ സിസ്റ്റം എന്നുള്ള കൺസെപ്റ്റ്. അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കംഫർട്ടബിൾ ക്യാൻ വി കണ്ടിന്യൂ? ഫൈൻ. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് വെച്ചാൽ, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ചായ ഇങ്ങനെ വെച്ചു. ഇപ്പം എല്ലാവരും ഇയാൾക്ക് ചായയിൽ ആരെങ്കിലും കൈവശം കൊടുത്തിട്ട് എന്ത് പറയുകയാണെങ്കിലും ഇയാൾ ചായ പറയാം. ഏറ്റവും സിംപ്ലസ്റ്റായി ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾ ചായ. അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് ചായ വെച്ചു, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ജ്യൂസ് വെച്ചു. ഒരു വെറൈറ്റി പിടിച്ചാലോ, വെറൈറ്റി ആർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഗ്ലാസ് ജ്യൂസ് പിടിച്ചു. അപ്പം ഞാൻ അങ്ങനെ ആ ഗ്ലാസ് ഒരു ഫ്ലൂയിഡ്, ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ആ ഫ്ലൂയിഡ് ഒരേ ലൊക്കേഷൻ തന്നെ വെച്ചിട്ടുണ്ട്. എത്ര സമയം കഴിഞ്ഞാലും അതിൻ്റെ പ്രോപ്പർട്ടീസ് മാറുന്നില്ല, അതിൻ്റെ സ്റ്റേറ്റ് മാറുന്നില്ല. ദ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് ജ്യൂസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് ചായ, വെൻ വി ക്യാൻ സേ, അതൊരിക്കലും എന്താവുന്നില്ല, മാറുന്നില്ല. ദാറ്റ് ഈസ് ടൈമിനനുസരിച്ച് ഞാൻ 10 മണിക്ക് നോക്കി, 11 മണിക്ക് നോക്കി, 12 മണിക്ക് നോക്കി, ദ സ്റ്റേറ്റ് ഈസ് ആക്ച്വലി കോൺസ്റ്റന്റ്. അതിന് പ്രോപ്പർട്ടീസ് ഒന്നും സമയത്തിനനുസരിച്ച് മാറുന്നില്ലെങ്കിൽ ആ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റത്തെ പറയുന്ന പേരാണ് ദ
സ്റ്റഡി സ്റ്റേറ്റ്, സ്റ്റഡി ആയി നിൽക്കുക, സമയത്തിനനുസരിച്ച് എന്താവുന്നില്ല സർ, മാറുന്നില്ല. ദാറ്റ് ടൈപ്പ് ഓഫ് സിസ്റ്റം in which the properties do not change with time. അപ്പോൾ എന്താ, പ്രോപ്പർട്ടീസ് സമയത്തിനനുസരിച്ച് മാറുന്നില്ലെങ്കിൽ അതിന് സ്റ്റേറ്റ് എപ്പോഴും എന്തായിരിക്കും, സ്റ്റഡി ആയിട്ട് ഒരേപോലെ ആയിരിക്കും. ദാറ്റ് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ദ സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. അപ്പം നമ്മൾ അതിന് എന്ത് മനസ്സിലാക്കാം, നമ്മളൊരു സിസ്റ്റം എടുത്തു, ആ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുകയാണെങ്കിൽ അത് ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈമാണ്, സമയത്തിനനുസരിച്ച് മാറുന്നില്ല. അതല്ല നേരത്തെ ഇപ്പോൾ നമ്മൾ നോക്കിയത്. ഫോർ എക്സാമ്പിൾ, തൊട്ട് മുന്നേ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ ഒരേപോലെയാണ്. എത്ര സമയം, 10 മണിക്ക് നോക്കുകയാണെങ്കിലും 11 മണിക്ക് നോക്കുകയാണെങ്കിലും 12 മണിക്ക് നോക്കുകയാണെങ്കിലും അതിൻ്റെ ടെമ്പറേച്ചർ ഒരേപോലെയാണെങ്കിൽ നമ്മുടെ ഈ ഗ്ലാസ് എന്നുള്ള സിസ്റ്റം അല്ലെങ്കിൽ ഗ്ലാസിനുള്ളിലെ ഫ്ലൂയിഡ് എന്നുള്ള സിസ്റ്റം ആക്ച്വലി എന്താണ്, സ്റ്റഡി സ്റ്റേറ്റ് ആണ്. സോ നമുക്ക് ലെറ്റ്സ് റൈറ്റ് ദ ഡെഫിനിഷൻസ് ഇൻ ഡീറ്റെയിൽ, ദാറ്റ് ഈസ് അബൌട്ട് ദ കൺസെപ്റ്റ് ഓഫ് എ സിസ്റ്റം. So we can say, when talking about the properties of a system, are properties of a system, അത് നമ്മൾ ഒരു ലൊക്കേഷൻ എടുക്കുകയാണെങ്കിൽ അറ്റ് എനി സ്പെസിഫൈഡ് ലൊക്കേഷൻ, അത് എവിടെയുള്ള ലൊക്കേഷൻ പോരാ, നമ്മളെ ലൊക്കേഷൻ എപ്പോഴും എന്താവണം, സ്പെസിഫൈ ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 മണിക്ക് നിങ്ങൾ ഈ ക്ലാസ് ഇവിടെ കൊണ്ടുവച്ചു, 11 മണിക്ക് നിങ്ങൾ വേറെ സ്ഥലത്ത് ക്ലാസ് കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. അറ്റ് എനി സ്പെസിഫൈഡ് ലൊക്കേഷൻ, നിങ്ങളെ ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യണം. ഈസ്, ശ്രദ്ധിക്കണേ, എന്താണ്, ഇനിയാണ് മെയിൻ പോയിന്റ്. ഈസ് എന്താണ്, ഇൻഡിപെൻഡന്റ്, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എന്താ സാറേ, ടൈം. സമയത്തിനനുസരിച്ച് മാറുന്നില്ലെങ്കിൽ അതിനെയല്ലേ നമ്മൾ സ്റ്റഡി ഫ്ലോ എന്നും സത്യം പറഞ്ഞാൽ പറയുന്നത്. അതല്ലേ സത്യം പറഞ്ഞാൽ സ്റ്റഡി ഫ്ലോ എന്ന് വെച്ചാൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം. ദെൻ അതിനെയാണ് ബേസിക്കലി നമ്മൾ ദ സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം അതിനർത്ഥം അതിൻ്റെ ആ പ്രോപ്പർട്ടി ടൈമിനനുസരിച്ച് എന്താവുന്നില്ല, മാറുന്നില്ല. സോ ദിസ് ഈസ് വാട്ട് ദ സ്റ്റഡി സ്റ്റേറ്റ്. അപ്പം നമുക്ക് ഈ സ്റ്റഡി സ്റ്റേറ്റിൻ്റെ ആക്ച്വലി കൂടെ തന്നെ വരുന്ന മറ്റൊരു പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ സമയത്തിനനുസരിച്ചാണ് മാറാത്തത്. എന്നാൽ സമയത്തിനനുസരിച്ച് മാത്രമല്ല, ഏത് കേസിലും അതിനുള്ളിലെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിക്ക് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണെന്ന് വെച്ചോളൂ. അത് ഏത് പ്രോപ്പർട്ടിയും ആവാം, ആ പ്രോപ്പർട്ടി ഓഫ് ദാറ്റ് സിസ്റ്റത്തിന് എപ്പോഴും കോൺസ്റ്റന്റ് വാല്യൂ ആണ്, അതിന് മാറ്റമില്ല, ഈക്വലായിട്ട് നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ടൈപ്പ് സ്റ്റേറ്റിനെ നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്, അതാണ് ഈക്വിലിബ്രിയം. അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്ഷൻ. അപ്പം ഇനി നമുക്ക് ഈക്വിലിബ്രിയം എന്നുള്ള കൺസെപ്റ്റാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഈസ് മീൻ ബൈ ദീസ് ഈക്വിലിബ്രിയം? സ്ഥിരം എക്സാംസിനുള്ള കൺസെപ്റ്റ് തെർമൽ ഇക്വിലിബ്രിയം, മെക്കാനിക്കൽ ഇക്വിലിബ്രിയം, അതേപോലെ കെമിക്കൽ ഇക്വിലിബ്രിയം, പിന്നെ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. പക്ഷെ തെർമൽ ഇക്വിലിബ്രിയത്തിൻ്റെ വേറെ പേരല്ല കേട്ടോ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. പ്ലീസ് നോട്ട് ദാറ്റ്. Thermal equilibrium, thermodynamic equilibrium is entirely different. So, let's talk about what is meant by the most important one, which is known as the equilibrium. So, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, സമയത്തിനനുസരിച്ച് ഒരു പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം മാറുന്നില്ലെങ്കിൽ അതിനെയാണ് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓൺ എ സ്പെസിഫിക് ലൊക്കേഷൻ. എന്നാൽ പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം എല്ലായ്പ്പോഴും ഒരേ വാല്യൂ, ദാറ്റ് ഈസ് അതിലെ എല്ലാ പ്രോപ്പർട്ടീസും അല്ല, ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി എപ്പോഴും ഈസ് ഹാവിങ് എ കോൺസ്റ്റന്റ് വാല്യൂ, ഈസ് യൂണിഫോം ത്രൂ ഔട്ട്. അങ്ങനെയുള്ള കണ്ടീഷൻ ഓഫ് എ സിസ്റ്റത്തെ പറയുന്ന പേരാണ് ഇക്വിലിബ്രിയം. ദാറ്റ് ഈസ് ഈക്വൽ എന്നുള്ള കൺസെപ്റ്റ് ആ വാക്കിലുണ്ട്. ഇക്വിലിബ്രിയം, ദാറ്റ് മീൻസ് equal. അപ്പോൾ നമുക്ക് എന്ത് പറയാം? The equilibrium, or we can say the equality concept, is actually defined as the property അല്ലെങ്കിൽ the state of an equilibrium. അതായത് equilibrium ഒരു അവസ്ഥയാണ്. That is the state of an equilibrium is which the property of a system, അതായത് നമ്മൾ എടുക്കുന്ന ആ പ്രോപ്പർട്ടി, അത് ഏത് പ്രോപ്പർട്ടി ആയിക്കൊള്ളട്ടെ, ആ പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം വിൽ ബി എന്തായിരിക്കും സാറേ? യൂണിഫോം
ആയിരിക്കും. That is, the state of an equilibrium is which the property of a system will be uniform. അതായത് അതിൻ്റെ വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. ആ പ്രോപ്പർട്ടി ഏതാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ തെർമൽ ഇക്വിലിബ്രിയം എന്നും കെമിക്കൽ ഇക്വിലിബ്രിയം എന്നും അതുപോലെ തന്നെ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്നും പ്രധാനപ്പെട്ട 3 ഇക്വിലിബ്രിയമായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം എന്താണെന്ന് മനസ്സിലായി, ഓക്കെ ആണല്ലോ. എന്നാൽ ഇതിൽ തന്നെ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ഇക്വിലിബ്രിയം നമുക്ക് പഠിക്കാം. ദാറ്റ് ഈസ് നോൺ ആസ് ദ തെർമൽ ഇക്വിലിബ്രിയം. Let's talk about the thermal equilibrium in detail. അതായത് നമ്മളൊരു സിസ്റ്റം എടുത്തു, ആ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി എന്താവണം എന്നാ പറഞ്ഞത്? കോൺസ്റ്റന്റ് ആവണം. ആ പ്രോപ്പർട്ടി തെർമൽ ഇക്വിലിബ്രിയത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. തെർമൽ വെരി ഗുഡ്. ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ അവിടെ ടെമ്പറേച്ചർ ആണ് നമ്മൾ എടുക്കുന്ന പ്രോപ്പർട്ടി സാർ. ആ ടെമ്പറേച്ചർ എന്താവണം? കോൺസ്റ്റന്റ് ആവണം, അല്ലെങ്കിൽ എന്താവണം? യൂണിഫോം ആവണം. ആ ടൈപ്പ് കൺസെപ്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ബേസിക്കലി ദ തെർമൽ ഇക്വിലിബ്രിയം. എന്താണ് സാറേ? ദാറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ യൂണിഫോം ആണ്. അതിനർത്ഥം അവിടെ ഈക്വൽ ആണ്. അപ്പം നമ്മൾ ചോദിക്കട്ടെ, തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നമ്മൾ 2 ബോഡീസ് എടുക്കാം. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനിവിടെ ഒരു ബോഡി എ എടുത്തു. ദാറ്റ് ഈസ് ദ ബോഡി എ വിച്ച് ഈസ് ഹാവിംഗ് എ ടെമ്പറേച്ചർ ഓഫ് 30 degrees Celsius ആൻഡ് ദ ബോഡി ബി ഈസ് ഹാവിംഗ് എ ടെമ്പറേച്ചർ ഓഫ് ഫോർ എക്സാമ്പിൾ അനദർ 30 degrees Celsius. ആക്ച്വലി ഇതാണ് നമ്മുടെ 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നമ്മൾ അടുത്ത സെക്ഷനിൽ തെർമോഡൈനാമിക്സിലെ ലോസ് പഠിക്കാൻ പോവാണ്. അതിൽ 0th ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഒരു എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം അബൌട്ട് ദ തെർമൽ ഇക്വിലിബ്രിയം. അപ്പൊ നോക്കിയേ, ഇവിടെ എ എന്നുള്ള ബോഡി 30 degrees Celsiusലാണ്, ബി എന്നുള്ള ബോഡിയും 30 degrees Celsiusലാണ്. സോ നമുക്ക് എന്ത് പറയാം? രണ്ടും ഒരേ ടെമ്പറേച്ചറിലാണ്. The temperature is uniform, the temperature is equal for the bodies A and B. അങ്ങനെയാണെങ്കിൽ we can say both A and B are in എന്ത് ഇക്വിലിബ്രിയത്തിലാണ് സാറേ? തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. That's the concept. അങ്ങനെയാണ് തെർമൽ ഇക്വിലിബ്രിയം. That is the equality of temperatures. That is what the thermal equilibrium all about. അതാണ് ആ വാക്കിൽ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. That is the thermal equilibrium. നമുക്ക് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എന്താണ്? The equality of the ടെമ്പറേച്ചേഴ്സ്. ടെമ്പറേച്ചർ ഈക്വൽ ആവുകയാണെങ്കിൽ ആ കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സാറേ? തെർമൽ ഇക്വിലിബ്രിയം എന്നുള്ള കൺസെപ്റ്റ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്ന സിസ്റ്റത്തിന്റെ ഏത് പ്രോപ്പർട്ടിയാണ്? വെരി ഗുഡ്, ടെമ്പറേച്ചർ എന്നുള്ള പ്രോപ്പർട്ടിയാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. റൈറ്റ്, ടെമ്പറേച്ചർ എന്നുള്ള പ്രോപ്പർട്ടിയാണ് എടുത്തിരിക്കുന്നത്. ദാറ്റ്സ് ദ തെർമൽ ഇക്വിലിബ്രിയം. ദാറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഈസ് ആക്ച്വലി കോൺസ്റ്റന്റ്. എന്നാൽ നമുക്ക് എപ്പോഴും ടെമ്പറേച്ചർ എടുക്കണമെന്നുണ്ടോ? നമുക്ക് പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ് ഒന്ന് എടുത്തു നോക്കിയാലോ? പ്രഷറും സ്ട്രെസ്സും ഒരേപോലെ അല്ല കേട്ടോ. നമ്മളൊരു ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ബൈ ഏരിയ, അതിനെയാണ് പ്രഷർ എന്നും, ആ ബോഡിയിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്തത് കാരണം ആ ബോഡി ഡെവലപ്പ് ചെയ്യുന്ന റെസിസ്റ്റീവ് ഫോഴ്സ് ബൈ ഏരിയ, അതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് വെച്ചാൽ. സോ ലെറ്റ്സ് സീ another property. ആ പ്രോപ്പർട്ടിയാണ് സ്ട്രെസ് ആൻഡ് പ്രഷർ. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ടു ദാറ്റ് ബോഡി ആൻഡ് അപ്പോൾ എന്ത് ഇക്വിലിബ്രിയമാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ബേസിക്കലി ആയിട്ടുള്ള തെർമൽ ഇക്വിലിബ്രിയം. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് ഈ കോൺസ്റ്റന്റ് എന്നുള്ള വാക്ക് ചിലപ്പോൾ ചിലർക്ക് ആംബിഗ്വിറ്റി വരാം. അതുകൊണ്ട് നിങ്ങൾ കോൺസ്റ്റന്റ് എന്ന് പറയണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈക്വൽ എന്നോ, ദാറ്റ് ഈസ് ഈക്വൽ എന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിഫോം എന്നുള്ള വാക്കോ ഉപയോഗിച്ചോളൂ. ഞാൻ ആംബിഗ്വിറ്റി വരണ്ട എന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ പറയാനുള്ള കാരണം അത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരേപോലെ കിട്ടുന്ന ഐഡിയ ഒന്ന് തന്നെയാണ്. ബട്ട് സ്റ്റിൽ പിന്നീടത്തേക്കൊരു ഇഷ്യൂ ആവണ്ടെന്ന് വെച്ചിട്ടാണ് ടെമ്പറേച്ചർ ഈസ് യൂണിഫോം ഓർ ദ ബെസ്റ്റ് വേർഡ് ഈസ് ഈക്വൽ. ദ ഇക്വാലിറ്റി ഓഫ് ടെമ്പറേച്ചർ, ഇക്വാലിറ്റി ആ കൺസെപ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ആ ഇക്വാലിറ്റി ഓഫ് ടെമ്പറേച്ചർ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ദ തെർമൽ ഇക്വിലിബ്രിയം എന്നുള്ള കേസ് നമ്മൾ പറയുന്നത്. എന്നാൽ എപ്പോഴും തെർമൽ ഇക്വിലിബ്രിയം ആണെന്നുണ്ടോ സാറേ? എവിടെ? ആരാ പറഞ്ഞ എപ്പോഴും തെർമൽ ഇക്വിലിബ്രിയം ആണെന്ന്? ഒരു നിർബന്ധവുമില്ല. ഇപ്പം നമ്മളൊരു സിസ്റ്റം എടുത്തു, ആ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് ഈക്വൽ ആണെന്നാണല്ലോ പറഞ്ഞത്. ആ പ്രോപ്പർട്ടി
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ്സും പ്രഷറുമാണെന്ന് വെച്ചോളൂ. ദാറ്റ് ഈസ് നോ ഇംബാലൻസ് ഇൻ സ്ട്രെസ്. ഒരു ബാലൻസ്ഡ് സ്ട്രെസ് ആണെങ്കിൽ, ഒരു ഈക്വൽ ആയിട്ടുള്ള പ്രഷറാണ് ആക്ട് ചെയ്യുന്നെങ്കിൽ, ഇക്വാലിറ്റി ഓഫ് പ്രഷറാണ്. അവിടെ സ്ട്രെസ് ഈക്വൽ ആണ്, സ്ട്രെസ് ബാലൻസ്ഡ് ആണ്, പ്രഷർ ബാലൻസ്ഡ് ആണെങ്കിൽ, അങ്ങനെ ഇക്വാലിറ്റി ഓഫ് pressure ആണ് ആക്ട് ചെയ്യുന്നെങ്കിൽ, then that type of equilibrium is known as the second and the most important equilibrium, which is known as the mechanical equilibrium. ശ്രദ്ധിക്കണം, അവിടെ നമ്മൾ എന്താ പറഞ്ഞത്? the pressure is equal, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും സാറേ? the pressure is uniform. സ്ട്രെസ് ആണ് യൂണിഫോം എങ്കിൽ, പ്രഷറാണ് യൂണിഫോം എങ്കിൽ, അതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. പക്ഷെ തെർമോഡൈനാമിക്സിന്റെ ഫർദർ ആയിട്ടുള്ള നമ്മുടെ ജേണിയിൽ സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് തെർമൽ ഇക്വിലിബ്രിയം മാത്രം. അതാണ് തെർമൽ ഇക്വിലിബ്രിയത്തിനെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ആഴത്തിൽ കീറി മുറിച്ചത് നമ്മൾ. കാരണം അതാണ് നമുക്ക് ആവശ്യം. ബാക്കിയുള്ളത് വേണ്ട എന്നല്ല. ആസ് കമ്പയർഡ് ടു ദ എമംഗ് ദ ത്രീ ഇക്വിലിബ്രിയംസ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ്, ആസ് യു ക്യാൻ സീ, ദ തെർമൽ ഇക്വിലിബ്രിയം. അപ്പോൾ നമ്മൾ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം പറഞ്ഞു, പ്രഷർ എന്താണ്? യൂണിഫോം ആണ്. എന്നാൽ ഈ പ്രഷർ യൂണിഫോം ആവുന്നതിന് പകരം നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസ് ആണ്, കെമിക്കൽ ആക്ടിവിറ്റീസ് ആണ് യൂണിഫോം എങ്കിൽ, ആ ടൈപ്പ് ഒരു ഇക്വിലിബ്രിയം നമുക്ക് പറയാനുണ്ട്. അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ ദ ലാസ്റ്റ് ഇക്വിലിബ്രിയം, വിച്ച് ഈസ് നോൺ ആസ് ദ കെമിക്കൽ ഇക്വിലിബ്രിയം. നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ്. ദാറ്റ് ഈസ്, അവിടെ യൂണിഫോമായി നിൽക്കുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു കെമിക്കൽ പൊട്ടൻഷ്യൽ, ഒരു കെമിക്കൽ ചേഞ്ച് ഇല്ല. കെമിക്കൽ ചേഞ്ച് ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും സാറേ? ഈക്വൽ ആയിരിക്കും. യു ഗോട്ട് ദ കൺസെപ്റ്റ്. അങ്ങനെ ഒരു ഇക്വാലിറ്റി, പ്ലീസ് നോട്ട് ആൻ ഇക്വാലിറ്റി ഇൻ എന്തിലാണ് സാറേ? ഒരു കെമിക്കൽ പൊട്ടൻഷ്യലിലാണെങ്കിൽ ആ ടൈപ്പ് ഇക്വിലിബ്രിയത്തെ നമ്മൾ പറയുന്ന പേരാണ് ദ തേർഡ് വൺ, വിച്ച് ഈസ് നോൺ ആസ് ദ കെമിക്കൽ ഇക്വിലിബ്രിയം. അപ്പം നമ്മൾ എത്ര ഇക്വിലിബ്രിയം പഠിച്ചു ഇപ്പോൾ ഇവിടെ? സത്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ തെർമൽ ഇക്വിലിബ്രിയം പഠിച്ചു, ടെമ്പറേച്ചർ ഈക്വൽ യൂണിഫോം ആണ്. സെക്കൻഡ് വൺ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം പഠിച്ചു, പ്രഷർ യൂണിഫോം ആണ്. തേർഡ് വൺ കെമിക്കൽ ഇക്വിലിബ്രിയം പഠിച്ചു, ദാറ്റ് ഈസ് ദ ഇക്വാലിറ്റി ഇൻ ദ കെമിക്കൽ പൊട്ടൻഷ്യൽ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച ഈ കാര്യങ്ങൾ നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കാം. സോ ദ ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ച ഇക്വിലിബ്രിയം ആയിരുന്നു ദ തെർമൽ ഇക്വിലിബ്രിയം. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ആ തെർമൽ ഇക്വിലിബ്രിയത്തിൽ എന്തായിരുന്നു ഈക്വൽ, അല്ലെങ്കിൽ ഏതിലായിരുന്നു നമ്മൾ ഇക്വാലിറ്റി നമ്മൾ ആക്ച്വലി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സാറേ? ദ ടെമ്പറേച്ചറിലായിരുന്നു നമ്മൾ ആക്ച്വലി ഇക്വാലിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റൈറ്റ്. എന്നാൽ രണ്ടാമത് അതിനുശേഷം നമ്മൾ പഠിച്ച ആളായിരുന്നു ആര്? ദ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ആണ് നമ്മൾ പറയുന്നെങ്കിൽ അവിടെ നമ്മൾ സ്ട്രെസ് എന്നോ പ്രഷർ എന്നോ പറഞ്ഞു. വെരി ഗുഡ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം? അവിടെ ഇക്വാലിറ്റി ഇൻ ഏതിലാണ് പറഞ്ഞത്? ഇക്വാലിറ്റി ഇൻ പ്രഷർ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? സ്ട്രെസ്സസ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദ കറസ്പോണ്ടിങ് ഫോഴ്സസ് എന്ന് പറയാം. മൂന്നാമത് റീസെന്റ് ആയി നമ്മൾ പഠിച്ചിരിക്കുന്ന നെക്സ്റ്റ് കൺസെപ്റ്റ് ആയിരുന്നു, ആസ് യു ഓൾ നോ, ദ തേർഡ് വൺ, ദാറ്റ് ഈസ് ദ കെമിക്കൽ ഇക്വിലിബ്രിയം. എന്തായിരുന്നു കെമിക്കൽ ഇക്വിലിബ്രിയം? അവിടെയും നമ്മൾ ഇക്വാലിറ്റി ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇക്വാലിറ്റി ഇൻ എന്തിലായിരുന്നു? ഇക്വാലിറ്റി ഇൻ ദ കെമിക്കൽ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് ഇല്ലെങ്കിൽ അതിനെയായിരുന്നു നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞത്. എന്നാൽ അല്ല സാറേ, മൂന്ന് ഇക്വിലിബ്രിയം ആക്ച്വലി കഴിഞ്ഞിട്ടുണ്ടോ? ഐ വുഡ് സേ നോ. നമുക്ക് ആവശ്യമായിട്ടുള്ള തെർമൽ ഇക്വിലിബ്രിയം ആണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഇതിൽ നിന്നും ഒരൊറ്റ ഇക്വിലിബ്രിയം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ദ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം പലർക്കും ചോദിക്കും, സാറേ അത് തെർമൽ ഇക്വിലിബ്രിയത്തിന്റെ വേറെ പേരാണോ? അല്ല. അപ്പൊ സാറേ അവിടെ എന്ത് പ്രോപ്പർട്ടിയാ? പറയാൻ വരട്ടെ. നമ്മൾ ഒരു ഇക്വിലിബ്രിയം എടുക്കുകയാണ് സച്ച് ദാറ്റ് ആ സിസ്റ്റത്തിൽ ടെമ്പറേച്ചർ യൂണിഫോം ആണ്. ഇക്വാലിറ്റി ഇൻ ടെമ്പറേച്ചർ തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ആ സിസ്റ്റത്തിൽ ഇക്വാലിറ്റി ഇൻ പ്രഷർ ആണ്, അതായത് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ആണ്.
ആ സിസ്റ്റത്തിൽ ഇക്വാലിറ്റി ഇൻ ദ കെമിക്കൽ പൊട്ടൻഷ്യൽ, നോ കെമിക്കൽ റിയാക്ഷൻ ടേക്ക് പ്ലേസ്, അതായത് കെമിക്കൽ ഇക്വിലിബ്രിയം ആണ്. അങ്ങനെ ഒരു സിസ്റ്റം 3 ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്ന 3 ഇക്വിലിബ്രിയം ഏതൊക്കെയായിരുന്നു സാറേ? 3 ഇക്വിലിബ്രിയം, ദാറ്റ് ഈസ് ദ കെമിക്കൽ പ്ലസ് എന്തായിരുന്നു? ദ മെക്കാനിക്കൽ പ്ലസ് എന്തായിരുന്നു? നമുക്ക് ആവശ്യമായിട്ടുള്ള ദ തെർമൽ. അങ്ങനെ ഒരു ബോഡി തെർമൽ ഇക്വിലിബ്രിയത്തിലും മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലും കെമിക്കൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അപ്പോൾ ആ ബോഡിയുടെ ഇക്വിലിബ്രിയത്തിനെ നമ്മൾ പറയുന്ന പേരാണ് നമ്മുടെ ഹീറോ, ദാറ്റ് ഈസ് നോൺ ആസ് ദ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. മനസ്സിലായോ? തെർമലിന്റെ മറ്റൊരു പേരല്ല സർ തെർമോഡൈനാമിക്, മറിച്ച് ഒരു ബോഡി സൈമുൾട്ടേനിയസ് ആയി 3 ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, ഏതൊക്കെ? നമ്മളിപ്പോൾ പഠിച്ച തെർമലും കെമിക്കലും മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അപ്പോൾ ആ ബോഡിയുടെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ദ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. അപ്പോൾ ഇതാണ് ദ ഹോൾ തിങ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഇക്വിലിബ്രിയം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കിയാലോ. നമ്മൾ എന്തൊക്കെയാണ് ബേസിക്കലി പറഞ്ഞത്? നമുക്ക് ഏറ്റവും ആദ്യം പറഞ്ഞു ടെമ്പറേച്ചർ ഈക്വൽ അല്ലെങ്കിൽ യൂണിഫോം ആണെങ്കിൽ അതിനെയായിരുന്നു നമ്മൾ ബേസിക്കലി എന്ത് തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞത്. അതിനുശേഷം പ്രഷർ യൂണിഫോം ആണെങ്കിൽ നമ്മൾ അതിനെ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്നും, എന്നാൽ ഇക്വാലിറ്റി ഇൻ ദ കെമിക്കൽ പൊട്ടൻഷ്യൽ ആണെങ്കിൽ അതിനെ നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു. ഇക്വാലിറ്റി ഇൻ ടെമ്പറേച്ചർ തെർമൽ, ഇക്വാലിറ്റി ഇൻ പ്രഷർ മെക്കാനിക്കൽ, ഇക്വാലിറ്റി ഇൻ ദ കെമിക്കൽ പൊട്ടൻഷ്യൽ it is known as chemical equilibrium. അങ്ങനെ ഇത് മൂന്നും വരികയാണെങ്കിൽ, തെർമലും മെക്കാനിക്കലും കെമിക്കലും മൂന്നും വരികയാണെങ്കിൽ ആ ടൈപ്പ് ഇക്വിലിബ്രിയത്തിനെ നമ്മൾ പറയുന്ന പേരായിരുന്നു which one? The thermodynamic equilibrium. So that's what the whole thing related to the equilibrium, mechanical, chemical, thermal and thermodynamic. എന്നാൽ ഇതിൽ നമുക്ക് ഫർദർ ആയി the zeroth law of thermodynamics മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായ ഇക്വിലിബ്രിയം ആണ് the thermal equilibrium. നമ്മൾ അവിടെ എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും നമുക്ക് എന്താണ് zeroth law എന്നും അവിടെ തെർമൽ ഇക്വിലിബ്രിയത്തിന്റെ കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് ഫോർവേഡ് ചെയ്യാം.